ഇറാനിയൻ സൈന്യമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പുറത്തുവിട്ട പ്രസ്താവന ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. തങ്ങളുടെ അത്യാധുനിക ക്രൂയിസ് മിസൈലുകൾ അമേരിക്കയുടെ USS എബ്രഹാം ലിങ്കൺ എന്ന ഭീമൻ കപ്പലിൽ പതിച്ചതിനെ തുടർന്ന് കപ്പലിലെ സൈനികർ കൊല്ലപ്പെട്ടെന്നും അമേരിക്കയുടെ ആക്രമണ ആയുധങ്ങൾ തകർന്നെന്നുമാണ് IRGC അവകാശപ്പെടുന്നത്. ഒരു ചെറിയ നഗരത്തിന് തുല്യമായുള്ള സൗകര്യങ്ങളുള്ള നൂറുകണക്കിന് യുദ്ധവിമാനങ്ങളെ വഹിക്കാൻ ശേഷിയുള്ള അമേരിക്കൻ കരുത്തിന്റെ പ്രതീകമാണ്. ആക്രമണം നടന്നുവെന്ന ഇറാന്റെ വാദത്തെ പെന്റഗൺ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ ഇതിനെ പൂർണ്ണമായും തള്ളിക്കളയാനും അവർ തയ്യാറായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഒരുപക്ഷെ നാശനഷ്ടങ്ങൾ പുറത്തറിഞ്ഞാൽ അത് അമേരിക്കയുടെ പ്രതിച്ഛായയെ ബാധിക്കുമെന്ന ഭയമാണോ ഇതിന് പിന്നിൽ? ഇതൊരു തുടക്കം മാത്രമാണ്. അമേരിക്കൻ സാന്നിധ്യം മേഖലയിൽ നിന്ന് തുടച്ചു നീക്കുമെന്ന ശക്തമായ മുന്നറിയിപ്പാണ് ടെഹ്റാൻ നൽകുന്നത്. വിമാനവാഹിനി കപ്പലിന് നേരെയുള്ള ആക്രമണത്തിന് പിന്നാലെ ഇസ്രയേലിലെ പ്രധാന നഗരങ്ങളിലൊന്നായ ഹദേരയ്ക്ക് നേരെയും മിസൈൽ വർഷമുണ്ടായി. ഈ ആക്രമണത്തിൽ ആർക്കും പരിക്കേൽക്കുകയോ വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ ഇറാന്റെ മിസൈലുകൾക്ക് ഇസ്രയേലിന്റെ ഹൃദയഭാഗത്തേക്ക് എത്താൻ കഴിയുമെന്നത് വലിയൊരു സുരക്ഷാ വീഴ്ചയായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇസ്രയേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ എത്രത്തോളം കാര്യക്ഷമമാണ് എന്ന ചോദ്യം വീണ്ടും ഉയർന്നു കഴിഞ്ഞു. നിങ്ങളെ ഞങ്ങൾ തളർത്തും, ഗൾഫിന്റെ ആഴങ്ങളിൽ മുക്കിക്കളയും. പശ്ചിമേഷ്യൻ യുദ്ധക്കളത്തിൽ അമേരിക്കയും ഇസ്രയേലും ഉയർത്തുന്ന വെല്ലുവിളികൾക്ക് നേരെ ഇറാന്റെ കരുത്തനായ സൈനിക ഉപദേഷ്ടാവ് നടത്തിയ വിറപ്പിക്കുന്ന ഈ പ്രഖ്യാപനം ഒരു പുതിയ യുദ്ധതന്ത്രത്തിന്റെ തുടക്കമായാണ് ലോകം വിലയിരുത്തുന്നത്. ഇറാന്റെ പരമോന്നത നേതാവിന്റെ പ്രതിരോധ ഉപദേഷ്ടാവും IRGC മുൻ മേധാവിയുമായ മേജർ ജനറൽ യഹിയ റഹീം സഫാവി നടത്തിയ ഈ പ്രസ്താവന കേവലം ഒരു താക്കീതല്ല, മറിച്ച് പേർഷ്യൻ ഗൾഫിന്റെ ആഴങ്ങളിൽ ശത്രുക്കളെ കുഴിച്ചു മൂടുമെന്ന ഇറാന്റെ സൈനിക ആത്മവിശ്വാസത്തിന്റെ പ്രതിഫലനമാണ്. മേഖലയിൽ ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന അമേരിക്കൻ നാവികപ്പടയും സഖ്യകക്ഷികളെയും ലക്ഷ്യം വെച്ചുകൊണ്ട് അദ്ദേഹം ഉദ്ധരിച്ച വാക്കുകൾ പെന്റഗണിനെ പോലും അമ്പരപ്പിച്ചിരിക്കുകയാണ്. ഇതിനിടെ മാർച്ച് 21 നടന്ന പുതിയ മിസൈൽ ആക്രമണം ഈ സംഘർഷത്തിന് പുതിയ തീവ്രത നൽകിയിരിക്കുകയാണ്. തെക്കൻ ഇസ്രയേലി നഗരങ്ങളായ ഡിമോണയും ആരാധം ലക്ഷ്യമാക്കി വിക്ഷേപിച്ച ഇറാനിയൻ ബാലിസ്റ്റിക് മിസൈലുകൾ നൂറുകണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വലിയ നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തു. ഈ ആക്രമണത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇസ്രയേലിന്റെ ശക്തമായ പ്രതിരോധ സംവിധാനങ്ങളിലൊന്നായ ഡേവിഡ് സ്ലിംഗ് മിസൈലുകൾ തടയുന്നതിൽ പരാജയപ്പെട്ടുവെന്നതാണ്. സാധാരണയായി അതിവിശ്വാസത്തോടെ കണക്കാക്കപ്പെടുന്ന ഈ സംവിധാനത്തിന്റെ വീഴ്ച ആഗോള സൈനിക നിരീക്ഷകരെ പോലും ആശ്ചര്യപ്പെടുത്തുകയാണ്. റാഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റംസും അമേരിക്കൻ പങ്കാളിത്തത്തോടെ വികസിപ്പിച്ചെടുത്ത ഡേവിഡ് സ്ലിംഗ് ഇടത്തരം മുതൽ ദീർഘദൂര മിസൈലുകൾ വരെ തടയാൻ രൂപകൽപ്പന ചെയ്ത അത്യാധുനിക സംവിധാനമാണ്. മുൻ സംഘർഷങ്ങളിൽ ഇറാനിയൻ മിസൈലുകളെ വിജയകരമായി നശിപ്പിച്ച ഈ സംവിധാനം ഇത്തവണ ഖദ്ദർ ക്ലാസ് ബാലിസ്റ്റിക് മിസൈലുകൾക്ക് മുൻപിൽ ഫലപ്രദമല്ലാതിരുന്നതാണ് ശ്രദ്ധേയം. ഇറാൻ ഉപയോഗിച്ച മിസൈലുകളുടെ സവിശേഷതകളാണ് ഇവിടെ നിർണായകമായത്. ഉയർന്ന വേഗത, കൃത്യത, കൂടാതെ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാനുള്ള കഴിവ് എന്നിവയുടെ കൂട്ടായ്മയാണ് ഇവയെ കൂടുതൽ അപകടകാരികളാക്കുന്നത്. ഇസ്രയേലിന്റെ മൾട്ടി ടയർ മിസൈൽ പ്രതിരോധ സംവിധാനം അയോൺ ഡോം, ഡേവിഡ് സ്ലിംഗ്, ആരോ സിസ്റ്റങ്ങൾ എന്നിവ ചേർന്നതാണ്. എന്നിരുന്നാലും ഈ പുതിയ ആക്രമണം ആ ശൃംഖലയിലെ ദൗർബല്യങ്ങളെ പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് ചെലവ് കുറഞ്ഞ ഇറാനിയൻ മിസൈലുകൾക്കെതിരെ കോടികൾ വില വരുന്ന ഇന്റർസെപ്റ്ററുകൾ ഉപയോഗിക്കേണ്ടി വരുന്നത് ദീർഘകാല തന്ത്രപരമായ വെല്ലുവിളിയാക്കുന്നു. ഇറാൻ ഇന്ന് വെറുമൊരു പ്രാദേശിക ശക്തിയല്ല, മറിച്ച് അത്യാധുനിക സൈനിക സാങ്കേതിക വിദ്യയിൽ ലോകരാജ്യങ്ങളെ പോലും അമ്പരപ്പിക്കുന്ന മുന്നേറ്റം കൈവരിച്ച കരുത്താണ്. ലക്ഷ്യസ്ഥാനത്തെ കൃത്യമായി തകർക്കുന്ന ഹിറ്റ് ടു കിൽ വിദ്യയും ശത്രുക്കളുടെ നീക്കങ്ങൾ നിമിഷ നേരം കൊണ്ട് തിരിച്ചറിയുന്ന അത്യാധുനിക റഡാർ സംവിധാനങ്ങളും ഇറാന്റെ കരുത്ത് വർദ്ധിപ്പിക്കുന്നു. അതേസമയം രാഷ്ട്രീയ തലത്തിലും സംഘർഷം അതീവ ഗുരുതരമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇറാൻ അതിനെ വ്യാജ വാർത്തയായി തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇത് നയതന്ത്ര തലത്തിൽ അവിശ്വാസം എത്രമാത്രം ആഴത്തിലാണെന്ന് സൂചിപ്പിക്കുന്നു. ഉപരോധങ്ങൾ നീക്കാതെ, ആക്രമണങ്ങൾ അവസാനിപ്പിക്കാതെ യാതൊരു സമാധാനവും ഉണ്ടാകില്ലെന്ന ഇറാന്റെ നിലപാട് വ്യക്തമാണ്.